നമ്മുടെ ഓറഞ്ച് എന്നൊരു ചെറിയ മാണ്ടർ വലിച്ചിങ്ങോട്ട് പറിച്ചിട്ട് പൊളിക്കട്ടാ. അടിപൊളി. ഇവനൊരുത്ത കൊതി കിട്ടും ഒരെണ്ണം കൊടുക്കണേ, ഒരല്ലി കൊടുത്താൽ മതി. ഞങ്ങളുടെ നാട്ടുകാർ പറയുകയാണ് പിന്നെ അതിനൊരു ഡിമാൻഡ് ഉണ്ട് കേട്ടോ. നല്ലതാണോ? ഇഷ്ടപ്പെട്ടോ? ത്തിൽ 900 ഗ്രാം വരെ വരുന്ന ഓറഞ്ച് ഉണ്ട് നിങ്ങളുടെ തിരൂര്, മലപ്പുറം എവിടെ ആയിക്കോട്ടെ, കേരളത്തിലല്ലേ എവിടെയും കൊണ്ടുവച്ചു. അതുപോലെ ബാരി സീറ്റ് 300 ഗ്രാം വരും. അതുപോലെ 300 ഗ്രാം എന്ന് പറയുന്നത് ഇപ്പൊ 500 ഗ്രാമേ വരുന്നുണ്ട്. നമസ്കാരം, കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് 30-ാം തീയതി അല്ലേ? ഇത് നമ്മുടെ സുഹൃത്താട്ടോ, നമ്മുടെ കിഴക്കൻ തോമാഞ്ചാടൻ എന്ന് പറഞ്ഞ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു പണ്ട്. PWDയിലെ ഒരു ജോലിക്കാരനായിരുന്നു. മാത്രമല്ല ഞങ്ങളുടെ അയലോക്കക്കാരൻ, പഴയ നാട്ടുകാരൻ. അപ്പൊ ഇവൻ കുവൈറ്റിലാണ്. ഇവന്റെ സുഹൃത്തുക്കൾ ഇവിടെ വന്ന പേരേട്ടാ? എന്റെ പേര് മുനവർ. എല്ലാരും കുവൈറ്റില? ക്രിസ്ത്യന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവൻ വന്നപ്പോ ഇവര് ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണുന്നവരാണ്, ഞങ്ങളുടെ നാട്ടുകാരോ. ഒന്നും കൊടുക്കാനില്ലല്ലോ. ഞങ്ങളിപ്പോ ഓറഞ്ച് പഴുത്തില്ല കേട്ടോ. മാൻഡറിൻ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ തീക്കട്ട കളറാകാതെ പറിച്ചാൽ മധുരം കറക്റ്റ് അല്ല. എങ്കിലും ഇവര് വന്നപ്പോ ഞങ്ങളിത് നമ്മുടെ ഓറഞ്ച് എന്നൊരു ചെറിയ മാണ്ടർ വലിച്ചിങ്ങോട്ട് പറിച്ചിട്ട് പൊളിക്കട്ടെ. അന്നേരം അവര് കഴിക്കട്ടെ, കഴിച്ചിട്ട്. ആദ്യത്തെ വർഷം കേട്ടോ. ഇതൊരു 9 മാസമായുള്ളൂ ഈ ചെടി. ഇത് ഇനി അടുത്ത വർഷം എന്ന് പറയുന്നത് 100 ഇലയ്ക്ക് 90 കായ ഉണ്ടാകും. ഇതിന്റെ തൈകളാണ് നമ്മൾ DTDC വഴി എല്ലായിടത്തേക്കും എത്തിക്കും. അപ്പൊ ഇത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. ഇവർ മധുരം ഉണ്ടെന്ന് പറയും കേട്ടോ. അടിപൊളി. ഇവനൊരുത്ത കൊതി കിട്ടും ഒരെണ്ണം കൊടുക്കണേ, ഒരല്ലി കൊടുത്താൽ മതി. ഞങ്ങളുടെ നാട്ടുകാർ പറയുകയാണ് പിന്നെ അതിനൊരു ഡിമാൻഡ് ഉണ്ട് കേട്ടോ. നല്ലതാണോ? ഇഷ്ടപ്പെട്ടോ? നമ്മുടെ പിള്ളേരാണോ? പിന്നെ നമ്മുടെ പയ്യനാ. നമ്മുടെ കുറെ കാലങ്ങള് തിരൂര് ഭാഗത്തൊക്കെ വെക്കുന്നുണ്ട് എല്ലായിടത്തും ഗ്യാരണ്ടിയാണ്. ഓറഞ്ചിന്റെ കാര്യത്തിൽ 900 ഗ്രാം വരെ വരുന്ന ഓറഞ്ച് ഉണ്ട് നിങ്ങളുടെ തിരൂര്, മലപ്പുറം എവിടെ ആയിക്കോട്ടെ, കേരളത്തിലല്ലേ എവിടെയും കൊണ്ടുവച്ചു. അതുപോലെ ബാരി സീറ്റ് 300 ഗ്രാം വരും. റേല് ചെയ്തിട്ട് ജനത്തോട് പറയും. പക്ഷെ നല്ല സൂപ്പർ വെറൈറ്റി. പിന്നെ റെഡ് ഡയമണ്ട് പേര. ഇതൊക്കെ നിങ്ങൾ വെറുതെ സ്ഥലം കിടക്കുന്നുണ്ടോ വെച്ചോ. എല്ലായിടത്തേക്കും കൊറിയർ, DTDC കൊറിയർ പോയി. ഒന്നുമില്ല. അവിടെ വരുമ്പോ തന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് ആയാൽ നമ്മളത് മാറി തരും വരുന്നത് വഴി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞ് പോയെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാര്യം. ഇടുക്കി കട്ടപ്പന ഞങ്ങളുടെ നാട്. അത് മാത്രമല്ല, ചേട്ടന്റെ നാട്ടിലുള്ള സകലരും ഇവിടെയുണ്ട് മിക്ക ദിവസവും. ഇവിടെ മലപ്പുറം തോന്നുന്നു വണ്ടി ഒരു 5 വണ്ടി വരാത്ത ദിവസം ചുരുക്കുവാൻ തോന്നും. അല്ലെ അതുപോലെ വല്ല ന്യൂനമർദ്ദം പറയണം, അലാർട്ടും എല്ലാം പറയണം. അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ ഇവരുടെ ഒരു ഫോട്ടോ എടുക്കാനാണ്. ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ദയവ് ചെയ്ത് ഉണ്ടേലേ എനിക്ക് പറിച്ചു തരാൻ പറ്റുള്ളൂ. അടുത്ത വർഷം ആകുമ്പോൾ വലിയൊരു തോട്ടം അവിടെ വെച്ചിട്ടുണ്ട്. കാരണം ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു, ഈ പോട്ടുണ്ടല്ലോ, ഈ പോട്ടിൽ വെച്ചിരിക്കുന്ന ഓറഞ്ച് ഇതിന്റെ പൊക്കം ഇതാണ്, കണ്ട ശ്രദ്ധിച്ചോ. ഇതിന്റെ അവിടെ നിൽക്കുന്ന ഓറഞ്ച് അതിലൊക്കെ 10 അടിക്ക് അടുത്ത് പോയി. അവിടെ പോട്ടിലല്ലാതെ വെച്ചിരിക്കുന്ന ഓറഞ്ച് 4 അടിയേ ഉള്ളൂ. കാരണം കർക്കിടക മാസം എന്ന് പറയുന്ന ഒരു മാസത്തെ അടച്ചു മഴ പെയ്യുമ്പോൾ ഇവിടെ വെള്ളം കെട്ടി നിൽക്കും, കണ്ട പായല് അടയും. ഏറേഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും, ഈ ഓക്സിജൻ കറക്റ്റ് ചെല്ലാത്ത കൊണ്ട് ഇവൻ അനങ്ങാതെ ഫുഡ് എടുക്കാൻ നിൽക്കും. മൈന്യൂട്ടായ വേരുകളാണ് എപ്പോഴും ഫുഡ് എടുക്കുന്ന. തായ് വേര് താഴോട്ട് പോകും. ഇത് റൗണ്ടി വെച്ചിട്ടേ ഉള്ളൂ. ഇതിനേറെ കറക്റ്റ് വലിക്കുന്നതുകൊണ്ട് തന്നെ ഈ മഴക്കാലത്ത് ഇവിടെ വളമെടുക്കും, ഇരട്ടി വളർച്ച. ഇതൊന്നും നമ്മൾ ഒരു അങ്ങനെ കണ്ടുപിടിച്ച് ചെയ്തൊന്നുമല്ല, പക്ഷെ ചെയ്തപ്പം ഭയങ്കര ഇത് ഷോയ്ക്ക് ചെയ്താ. പക്ഷെ സൂപ്പറാണ്. ഇത് ഈ എയർപോർട്ട് നമ്മൾ ഇന്ത്യയിൽ എല്ലായിടത്തേക്കും ചെയ്യുന്ന ഏകദേശം ഒരു 30 ലക്ഷം രൂപയുടെ ബിസിനസ് ഉണ്ട് ഈ വീട്ടിൽ. GST അടക്കം. അത് നമുക്ക് കള്ളം പറയണ്ടല്ലോ. അതെല്ലാം കണക്ക് അനുസരിച്ച് ചെയ്യുന്നതാണ്. ഇത് ഇന്ത്യയിൽ എല്ലായിടത്തേക്കും ഇപ്പം പാക്കിങ് തുടങ്ങും. ഡെയിലി ഇങ്ങനെ പാക്ക് ചെയ്ത് പോവാ. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു, നമ്മൾ കൊണ്ടുവരുന്നു, നമ്മൾ പറഞ്ഞ് ചെയ്യിക്കുകയാണ് ഇത്. എന്നിട്ട് എല്ലായിടത്തേക്കും ചെയ്യാം. പക്ഷെ ഈ എയർപോർട്ടിൽ ഇനി എല്ലാ സാധനം ചെയ്യുന്നു. താഴേക്ക് ആപ്പിൾ തോട്ടം ചെയ്ത് കഴിഞ്ഞു. ഇതിൽ നേരെ താഴേക്ക് ഇറങ്ങിയാൽ മതി. എല്ലാം അങ്ങനെ ചെയ്തു. എയർപോർട്ടിൽ ചെയ്യുമ്പോൾ ഒരു കേസ് എന്നാണെന്നറിയോ, ഇവന്റെ വളവും വെള്ളം കൃത്യമായിട്ട് എയറേഷൻ കിട്ടും ഏത് ഫ്രൂട്ടും. പിന്നെ അതെ ഇവിടെ ഇതിലേ വന്നേ അതിൽ തന്നെയല്ല ഇതിലേ പോയി ചെറിയ കാര്യങ്ങൾ. ഉണങ്ങിപ്പോ അതൊന്നുമല്ല, ഇവൻ ഡോർമൻസിയാണ് ഫ്ലവർ ചെയ്യാൻ. ഇതുണ്ടോ, ഇതെല്ലാം ഡോർമൻസി. ഇതുപോലെ ഇല പൊഴിക്കണം. വാടി നിൽക്കുന്നതല്ല.
ഇത് അത്രയും ഇല പൊഴിക്കുന്ന അത്രയും കായുണ്ടോ. ഇതെല്ലാം ഫ്ലവർ ഷൂട്ടാണ് വരുന്നത്. ഇതുണ്ടോ, എനിക്ക് കണ്ണാടി നോക്കണം. പിന്നെ ഇത് നോക്കി, ഇത് എയർപോർട്ടിൽ വെച്ചു. ഓക്കെ, ഇത് കിടക്കുന്ന കണ്ടോ. ഓക്കെ, ഇത് എയർപോർട്ടിലാണ് നിൽക്കുന്നത്. ഇതേ ഒരു ലെമൺ താഴെ കിടക്കുന്നു. നോക്കി, മൊത്തം മണ്ണി കിടക്കുക. മനസ്സിലായോ? മൊത്തം ചെളി അടിച്ച്. ഇത് ഇവിടെ നിന്ന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഇങ്ങനെ കിടക്കും. നമുക്ക് ആവശ്യമുള്ള സാധനം ഈ മണ്ണി മുട്ടാതെ കിട്ടും. അങ്ങനെ വെച്ചതാണ് നമ്മള്. പക്ഷെ അങ്ങനെ വെച്ച ചെടിയാ ഇതൊരു ഷോയ്ക്ക് ചുമ്മാ വെച്ചതാണ്. ഒരു കുഞ്ഞു ചെടി. ഇതൊരു യൂട്യൂബർ വന്നെടുക്കുമ്പോൾ കാണാം ഒരു ഇത്രയോ ഉള്ള ചെടി. അതിന് വളർച്ച വന്നു എന്ന് പറഞ്ഞാൽ എപ്പം കൊടുക്കും. ഇപ്പോഴാണ് ഈ ഷട്ടർ പണിത്. ഇത് ഏത് മഴയത്തും ഇങ്ങനെ വളം എടുത്തുകൊണ്ടേയിരിക്കും. അച്ചാറിടാന്നും പറഞ്ഞ് പ്രൂൺ ചെയ്തപ്പോൾ എടുത്ത് വെച്ചാൽ അത് അവിടെ ഇരുന്നു. അതുപോലെ ഇനി ആപ്പിളൊക്കെ ഇതുപോലെ പ്രൂൺ ചെയ്യും കേട്ടോ. പ്രൂൺ ചെയ്യും മാത്രമല്ല, ഇതിപ്പോ അടുത്ത ഒരു മാസം കഴിഞ്ഞ് കായ് വന്ന് കായ് പറിച്ച വീഡിയോ ഇവിടെ നിർത്തി കായ് പറിച്ചത് ഇതുണ്ടോ. ഇതുകൊണ്ട് ഇതുപോലെ ആയി കഴിയുമ്പോൾ ഇങ്ങനെ വരും ബ്രാഞ്ച് കണ്ടോ. കാരി മൊത്തം ഷൂട്ടുകളുണ്ട്. സംഭവം മനസ്സിലായില്ലേ? കാലി സ്പേസുകളിലെല്ലാം ഷൂട്ടുകൾ വന്ന് നിറയും. ഇത് ഇവിടെ ഫ്ലവർ ചെയ്ത് കണ്ട ഇത് അവിടെയൊക്കെ കാ പിടിച്ചു തുടങ്ങി. പിന്നെ ഒരു കാര്യമുണ്ട്, ആപ്പിളിൻ്റെ എപ്പോഴും കാ വരുന്നത് ഈ കമ്പിൻ്റെ അറ്റത്താണ്. ഓർത്തോ, ഇവിടെ വരുന്ന കായ്കൾ വലിപ്പം കുറവായിരിക്കും. ഇത് നേരെ ഇവിടെ വരുന്ന കായും വലിപ്പം കൂടുതലും. ഇത് നിങ്ങൾ കാണുന്ന പോലെയല്ല. മർച്ചന്റ് അസോസിയേഷനൊക്കെ വന്നെടുത്തു വിളവെടുത്തപ്പോൾ നിറച്ച് കായായിരുന്നു ആ തോട്ടം. നിറച്ച് കായ്ച്ചു. നമ്മുടെ മനസ്സ് നിറഞ്ഞ ആപ്പിൾ കായ്ച്ചു. അതെല്ലാം ഒരു ദൈവാനുഗ്രഹം. അപ്പോൾ എല്ലാം ഇങ്ങനെ മിറാക്കിൾ ഫാം പോകുന്നുണ്ട് ഇനി കേട്ടോ. ഓക്കെ, കാണാം.